ഓക്കെ ഓക്കെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കറിയാം നമ്മളെല്ലാവരും കൊറോണ കാലമായതുകൊണ്ട് തന്നെ എല്ലാവരും ലോക്കിൻ പീരീഡിൽ നമ്മൾ വീടുകളിൽ കഴിയാണ് അല്ലേ. നമുക്ക് നമ്മുടെ IT സിലബസിലെ നമ്മുടെ എംപ്ലോയബിലിറ്റി എന്ന സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചുകൂടി പാഠഭാഗങ്ങൾ നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ക്വാളിറ്റി ടൂൾസ്, ലേബർ വെൽഫെയർ ലെജിസ്ലേഷൻ എന്നീ പാഠഭാഗങ്ങളിലെ ചില അടിസ്ഥാനമായിട്ടുള്ള വിഷയങ്ങളുമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററസി, അതായത് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ടോപ്പിക്കുകളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ലിറ്ററസി. ഓക്കെ, ഇംഗ്ലീഷ് ലിറ്ററസി നമുക്ക് എല്ലാവരും 10ാം ക്ലാസ്സുകളിലായിട്ടും നമ്മുടെ താഴ്ന്ന നമ്മളെ ഈ IT-യിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ താഴ്ന്നിട്ടുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് കൂടുതലായി പഠിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് എന്ന ഭാഷയെ നമ്മൾ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് അതിനുള്ള ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം നമുക്കറിയാം. ഇംഗ്ലീഷിന് 26 ആൽഫബറ്റ്സ് ആണുള്ളത് അല്ലെ. പിന്നെ രാജ്യത്തുടനീളം അംഗീകരിക്കപ്പെടുന്ന ഒരു ഔദ്യോഗിക ആഗോളപരമായിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ്. ഓഫീസുകളിലായാലും വിദ്യാഭ്യാസ മേഖലകളിലായാലും തന്നെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആളുകളുടെ സംസാരത്തിലായാലും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും ദുബായ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക, അതുപോലെ ജർമ്മൻ രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്കറിയാം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ എത്രത്തോളം പ്രായോഗികമായിട്ടുണ്ട്, എത്ര ആളുകൾക്കിടയിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കണം, അതിന്റെ പ്രാധാന്യം അല്ലെ. അതായത് ലോകോത്തര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് 2 സ്റ്റൈൽ ഉണ്ട്, അമേരിക്കൻ സ്റ്റൈൽ ആൻഡ് ബ്രിട്ടീഷ് സ്റ്റൈൽ. അമേരിക്കൻ സ്റ്റൈലാണ് നമ്മൾ റീഡിങ് ആൻഡ് ലിസണിങ്ങിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, റീഡിങ് ആൻഡ് ലിസണിങ്. എന്നാൽ ബ്രിട്ടീഷ് സ്റ്റൈലാണ് നമ്മൾ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ എഴുതുന്നത് ബ്രിട്ടീഷ് സ്റ്റൈൽ അനുസരിച്ചാണ്, എന്നാൽ നമ്മൾ വായിക്കുന്നതും ശ്രവിക്കുന്നതും ഒക്കെ തന്നെ, കേൾക്കുന്നതൊക്കെ തന്നെ നമ്മൾ അമേരിക്കൻ സ്റ്റൈലിലാണ്. നമ്മൾ കത്ത് എഴുതുക അതൊരു ബ്രിട്ടീഷ് സ്റ്റൈലിലാണെന്നുള്ളതാണ്. പിന്നെ അമേരിക്കൻ സ്റ്റൈലാണ് നമ്മൾ പൊതുവെ വായിക്കുന്നതിലും ശ്രവിക്കാനും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 26 ആൽഫബറ്റ്സ് ആണ് ഇംഗ്ലീഷിൽ ടോട്ടൽ ഉള്ളത്. നമുക്കറിയാം A to Z, A മുതൽ Z വരെ, ABCD തുടങ്ങിയത് XYZ വരെ നമുക്ക് 26 ആൽഫബറ്റ്സ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്കൻ സ്റ്റൈലാണ് നമ്മൾ വായിക്കുവാനും ശ്രദ്ധിക്കുവാനും ഉപയോഗിക്കുന്നത്, എന്നാൽ ബ്രിട്ടീഷ് സ്റ്റൈലാണ് നമ്മൾ എഴുതുവാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം. ഇനി നമുക്ക് ഗ്രാമാറ്റിക്കൽ പാർട്ടിലേക്ക് കടക്കുന്നുണ്ട്. ഗ്രാമർ, അതുപോലെ തന്നെ ടെൻസ്, പ്രധാന കാലഘട്ടം, ഇംഗ്ലീഷിലെ കാലഘട്ടം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ടെൻസ് ഇൻ ഇംഗ്ലീഷ്. പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ 3 കാലഘട്ടമാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. പാസ്റ്റ് ടെൻസ്, സെക്കൻഡ് വൺ, പ്രസന്റ് ടെൻസ്, തേർഡ് വൺ, ഫ്യൂച്ചർ ടെൻസ്. ഇംഗ്ലീഷിൽ കാലഘട്ടം പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഭൂതകാലഘട്ടം, പ്രസന്റ് ടെൻസ് വർത്തമാന കാലഘട്ടം, നിലവിലെ. ഭൂതകാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായി മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തെ ഉദ്ദേശിക്കുന്നു ഭൂതകാലഘട്ടം. പ്രസന്റ് ടെൻസ് വർത്തമാന കാലഘട്ടം, ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ഭാവി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത്, ഇപ്പൊ നടക്കുന്നില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഇന്ന് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 10:45 കഴിഞ്ഞ് 11 മണി ആവാനായി. ഓക്കെ, ഇനി 11 മണി മുതൽ വരാനിരിക്കുന്ന ഉച്ചയ്ക്ക് ശേഷം
ഇവിടുന്ന് അങ്ങോട്ട് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി വേളകളിൽ വരാനിരിക്കുന്ന സമയം. ഭാവി. വർത്തമാനം എന്ന് പറഞ്ഞാൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ക്ലാസ് കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഓക്കെ. കഴിഞ്ഞ കാലഘട്ടം, ഇന്നലെ സംഭവിച്ചു പോയത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ് കോൺഫറൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വാർത്താ ചാനലുകൾ നമ്മൾ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ കഴിഞ്ഞു പോയതാണ്. ഇന്നലെ എന്ന് പറഞ്ഞത് നമുക്ക് അറിയാം, ഡേറ്റ് 21/4/2020. ഇന്നലെ ചൊവ്വാഴ്ച വൈകിട്ട് രാത്രി വരെ സംഭവിച്ച കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചതാണ്. ഇന്ന് രാവിലെ സംഭവിച്ചതും കഴിഞ്ഞതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി കുറച്ച് സമയത്തിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്നത് ഇനി വരാനുള്ള കാലഘട്ടമാണ്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ ഭൂതകാലഘട്ടമെന്നും നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ സൂചിപ്പിക്കുന്ന കാലഘട്ടത്തെ പ്രസന്റ് ടെൻസ് എന്നും, ഇനി വരാനിരിക്കുന്ന, ഇവിടുന്ന് അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം ഇനി നാളെ മറ്റന്നാളുമായിട്ടും വരാനിരിക്കുന്ന മാസങ്ങളിൽ വർഷങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലഘട്ടം എന്നും പറയുന്നു. ഇതിൽ ഓരോന്നിനും അതിന്റെ സബ് പോയിന്റുകളായിട്ട് അതിനുശേഷം വരാനിരിക്കുന്ന 4 പ്രധാന സബ് പോയിന്റുകളുണ്ട്. ഓക്കെ. ഇപ്പൊ പ്രസന്റ് ടെൻസുകൾ എടുക്കുകയാണെങ്കിൽ അത് 4 തരത്തിലുണ്ട്. ഫ്യൂച്ചർ ടെൻസ് എടുക്കുകയാണെങ്കിൽ അത് 4 തരത്തിലുണ്ട്. കൂടാതെ പാസ്റ്റ് ടെൻസ് എടുക്കുകയാണെങ്കിലും അത് 4 അതിന്റെ കീഴിൽ കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. ടെൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാലഘട്ടം. ഇംഗ്ലീഷിൽ ടെൻസ് കാലഘട്ടത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുക. നമ്മൾ പറഞ്ഞു സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ ലിസണിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന സ്റ്റൈൽ നമ്മുടെ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. എന്നാൽ ബ്രിട്ടീഷ് സ്റ്റൈലാണ് ഫോർ റൈറ്റിംഗ്, നമ്മൾ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടെൻസ് ആണുള്ളത്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഈ ഓരോ ടെൻസിലും അതിന്റെ സബ് ടെൻസുകളുണ്ട്. അതിന്റെ കീ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിൽ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ശ്രദ്ധിക്കാം. പ്രധാനമായിട്ടും കാലഘട്ടം 3 തരത്തിലാണുള്ളത്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയ സംഭവം, കഴിഞ്ഞു പോയ സംഭവം, ഇനി സംഭവിക്കില്ല, കഴിഞ്ഞു പോയതിനെയാണ് പാസ്റ്റ് ടെൻസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്നു, ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, അപ്പൊ നടന്നുകൊണ്ടിരിക്കും, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതാണ് പ്രസന്റ് ടെൻസ്. ഇനി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഇനി വരാനിരിക്കുന്ന രാത്രി സംഭവിച്ചിട്ടില്ല, അപ്പൊ രാവിലെയാണ്, പകൽ സമയമാണ്. ഇനി വരാനിരിക്കുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം രാത്രി കാലഘട്ടം. ഇനി നാളെ മറ്റന്നാളെ വരാനിരിക്കുന്ന ആഴ്ച, അടുത്ത മാസം, അടുത്ത വർഷം, ഇങ്ങനെ പറയുന്നതിനെയാണ് ഫ്യൂച്ചർ ടെൻസ്. ഇനി പാസ്റ്റ് ടെൻസ് എന്താണെന്നും പാസ്റ്റ് ടെൻസിൽ കീ വരുന്ന സബ് ടെൻസുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. പാസ്റ്റ് ടെൻസിന്റെ മലയാളം ഭൂതകാലഘട്ടം. ഏതൊക്കെയാണ് പാസ്റ്റ് ടെൻസിൽ വരുന്നത് ശ്രദ്ധിക്കാം. സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞു പോയ ലളിതമായിട്ടുള്ള സംഭവവികാസങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: Arun wrote a letter yesterday. ഒരു വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഉദാഹരണമാണ് അരുൺ എന്ന വ്യക്തി റോട്ട്, ഒരു കർമ്മമാണ് റോട്ട്, എഴുതിയിട്ടുണ്ട്. എഴുതുക, എഴുതിയിട്ടുണ്ട്, എഴുതും, ഇങ്ങനെ 3 ആയി തരംതിരിക്കുമ്പോ റൈറ്റ്, റോട്ട്. ഇത് എഴുതുന്നു, എഴുതി, റൈറ്റ്, റോട്ട്, വിൽ റൈറ്റ്, ഇങ്ങനെയായി മാറും. ഈ വിൽ ഓർ ഷോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ട് ഒരു ക്രിയയെ അതേ പ്രയോഗത്തിൽ അതിലൊരു വകഭേദം വരുത്താതെ ആ വാക്യം അങ്ങനെ തന്നെ ഉച്ചരിക്കാം. അതിന്റെ പിന്നിൽ ഒരു അർത്ഥമില്ല, ഇഡിയോ ഒന്നും വരാതെ പ്ലേ, റൈറ്റ്, സിംഗ്, ക്രൈ,
ഈറ്റ്, ജംപ്, ഇങ്ങനെ വളരെ ലളിതമായിട്ട് പറയുന്നതിനെ പ്രസന്റ് എന്ന് പറയുന്നു. ആ വാചകത്തോടു കൂടി അതിനനുകൂലമായിട്ട് വരുന്ന ഇ ഡി ഫോം അല്ലെങ്കിൽ EWE ഫോം, ഫോർ എക്സാമ്പിൾ സിംഗ്, സാങ്, ANG ഫോം. അതുപോലെ തന്നെ റൈറ്റ്, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജമ്പ്, ജംപ്ഡ്, ED ഫോം. ഓക്കെ. സീക്ക്, സോട്ട്, രൂപം തന്നെ മാറി. സീക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക, SEEK ആവശ്യപ്പെടുക. അതിന്റെ പാസ്റ്റ് ടെൻസ് വരുന്നത് SEEK രൂപമാറ്റം സംഭവിച്ചിട്ട് സോട്ട് എന്ന് മാറി SOUGHT. മാറ്റം കണ്ടില്ലേ? ഈ ഒരു മാറ്റം പാസ്റ്റ് ടെൻസ് ആണ്, ഇത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ ഇവിടെ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ അരുൺ കത്ത് എഴുതി. അരുൺ റൈറ്റ് എന്നല്ല പറഞ്ഞത്, അരുൺ റോട്ട്. അരുൺ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? മാറ്റർ. ദിസ് ഈസ് ദ സബ്ജക്ട്, ദിസ് ഈസ് ദ വെർബ്, ദിസ് ഈസ് ദ ഒബ്ജക്റ്റ്. ഇങ്ങനെ ഏതൊരു സെന്റൻസിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മളെ പാർട്സ് ഓഫ് സെന്റൻസിൽ വരുന്നതാണ്. ഏതൊരു ഇംഗ്ലീഷിൽ ഒരു വാചകം പറയുകയാണെങ്കിൽ അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും, അതിനൊരു വെർബ് ഉണ്ടാവും, അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അത് എങ്ങനെ? ഇതാണ് അതിന്റെ ഫോർമാറ്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ദിസ് ഈസ് ദ സിമ്പിൾ ഇക്വേഷൻ ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ ഓരോ വാചകം പറയുമ്പോഴും അതിന് സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, ഒബ്ജക്റ്റും ഉണ്ടാവും. അരുൺ റോട്ട് എ ലെറ്റർ. അരുൺ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? പ്രേമലേഖനമാണോ, കത്താണോ, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ക്ലാസ് നോട്ട്സ് ആണോ? എന്താണ് എഴുതിയത്? കത്താണ് എഴുതിയത് അല്ലെ? അരുൺ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. ഇന്നലെ അരുൺ കത്ത് എഴുതി. ഇത് ഇന്നലെ സംഭവിച്ചതാണ്. ഇന്നലെ സംഭവിച്ച പ്രവർത്തനമായതുകൊണ്ട് ഇതിനെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. ഇന്നലെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് കാലഘട്ടം എടുത്തുകൊണ്ടാണ്, കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് നടന്നൊരു പ്രവർത്തനം. ഞാൻ വളരെ ലളിതമായിട്ട് ആദ്യത്തെ ഉദാഹരണം പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയുന്നത് ഒരു പ്രവർത്തനം അത് കഴിഞ്ഞിട്ടുണ്ട്, അത് തുടങ്ങിയതും കഴിഞ്ഞതും വളരെ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു ആക്ടിവിറ്റി ഇന്നലെ തുടങ്ങി, ആ പ്രവർത്തനം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അത് അവസാനിച്ചത്, ഇന്നലെ തന്നെ അവസാനിച്ചിട്ടുമുണ്ട്. ഇങ്ങനത്തെ ക്രിയകൾ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗത്തിൽ വരുത്തുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നോക്കാം. When police went for patrolling. പെട്രോളിങ്ങിന് പോലീസ് വിസിറ്റ് ചെയ്തപ്പോൾ, ഗ്രൗണ്ട് വിസിറ്റ് ചെയ്തപ്പോൾ കുട്ടികൾ കളിക്കുന്നതായി കണ്ടു. അത് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ഈ ആക്ടിവിറ്റി, കളി എന്ന പ്രവർത്തനം നമുക്കറിയാം, അത് സെക്കൻഡുകൾക്കുള്ളിലോ കുറച്ച് മിനിറ്റുകൾക്കുള്ളിലോ ചെയ്ത് തീർക്കാവുന്ന പ്രവർത്തനമല്ല. ഒരു മണിക്കൂറുകളും പിന്നെ കുറച്ച് ദൈർഘ്യവും മണിക്കൂറുകൾ വേണ്ടി വരുന്ന ഒരു പ്രവർത്തനമാണ് കളി വിനോദങ്ങൾ. ഓക്കെ. അപ്പൊ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് പോലീസുകാരൻ പെട്രോളിങ്ങിന്റെ, നമുക്കറിയാം ഇപ്പൊ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ തന്നെ കുട്ടികൾ കൂടിച്ചേർന്ന് കളിക്കുന്നുണ്ടോ, ആളുകൾ കൂടിച്ചേർന്ന് സംസാരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാൻ പോലീസുകാർ വരാം ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ പോലീസ് പെട്രോളിങ്ങിന് ഇറങ്ങി കുട്ടികളെ വീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോയപ്പോഴാണ് കുട്ടികൾ കളിക്കുന്നതായി കണ്ടത്. ഇവൻ എന്നുള്ള പ്രയോഗം വന്നതോടുകൂടിയും അതുപോലെ തന്നെ ഒരു കുറച്ച് ദൈർഘ്യം, അതായത് കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുവാനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണം പറഞ്ഞു. when police constable went for patrolling means not petrol pump. Patrolling means for inspection purpose. Okay, that is called the term called patrolling. When police constable went for patrolling, some boys were playing in the ground.
പോലീസ് കോൺസ്റ്റബിൾ ഗ്രൗണ്ടിലേക്ക് പെട്രോളിംഗ് ആവശ്യാർത്ഥം ഗ്രൗണ്ട് സന്ദർശിച്ചപ്പോൾ അഥവാ കളിസ്ഥലം സന്ദർശിച്ചപ്പോൾ കുറച്ച് കുട്ടികൾ, സം ബോയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൺകുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതായി കണ്ടു. കളിച്ചുകൊണ്ടിരിക്കുന്നതായി കാണപ്പെട്ടു പോലീസുകാരൻ. ഇപ്പൊ ഈ വെൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ കളി എന്നുള്ള വിനോദവും, ഈ കളി എന്നുള്ള വിനോദം നമുക്കറിയാം കുറച്ച് സമയം നീണ്ടു നിൽക്കുന്നതാണ്. മാത്രമല്ല വെൻ എന്ന പ്രയോഗവും. അപ്പൊ വെൻ ദ സ്റ്റുഡൻസ് were playing, the constable was visited the ground. അതായത് പോലീസ് കോൺസ്റ്റബിൾ പെട്രോളിങ്ങിന്റെ ഭാഗമായി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് കുട്ടികൾ കളിക്കുന്നതായി കണ്ടു. കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി പറയാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ, നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടെന്ന ഷുവർട്ടി, ആ ഒരു ഉറപ്പ് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ, ജോൺ met Clara yesterday. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ ചോദിക്കും, നീ അവളെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂമിൽ ഹയർ സെക്കൻഡറി സ്കൂളിലോ അല്ലെങ്കിൽ ഈവൻ ITയിലോ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ ഒരു സ്വകാര്യ സംഭാഷണ വേളയിൽ ക്ലാസ് കഴിഞ്ഞ് പോവാണ് വൈകിട്ട്. എന്നിട്ട് പറയുകയാണ്, ഒരു കുട്ടിയുടെ അഫെയർ ആണ്, ലവ് അഫെയർ ആണെങ്കിൽ പറയാണ്, നീ അവളോട് സംസാരിച്ച് കാര്യങ്ങൾ പറയൂ. അപ്പൊ ഈ കൂട്ടിയിരുന്ന ആൺകുട്ടികൾ പറയാണ്, നീ അവളെ ഇന്നലെ കണ്ടായിരുന്നോ, ഇന്നലെ സംസാരിച്ചായിരുന്നോ, അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഒരു സെൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ചില സന്ദർഭങ്ങളുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ അവളോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കുട്ടി പറയാം, ഞാൻ ഇന്നലെ അവളെ കണ്ടിട്ടുണ്ട്, അവളെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് മറ്റു ആൺകുട്ടികളുമായി ഷെയർ ചെയ്യാണ്. ജോൺ എന്ന വ്യക്തി ഈ ആൺകുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ജോൺ. അത് മറ്റുള്ള കുട്ടികളുമായി സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ ആ കുട്ടികൾ ചോദിച്ചു, നീ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവളെ കണ്ടിട്ടുണ്ടായിരുന്നു? അപ്പൊ ഈ ജോൺ എന്ന വ്യക്തി പറയാണ്, ഞാൻ ഇന്നലെ അവളെ കണ്ടിട്ടുമുണ്ട്, ഞാൻ നിങ്ങളെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ്, ഷുവർട്ടി കൊടുക്കുവാൻ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട്, ഇന്നലെ നടന്നുപോയ സംഭവമാണ്, ഇന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഇന്നലെ എങ്ങനെ സംഭവിച്ചു, ഇന്നലെ ഞാൻ അവളെ കണ്ടിട്ട് സംസാരിച്ചു എന്നുള്ളത് ഇന്ന് പറയുന്നതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് 4ാമത്തെ രൂപമാണ് പാസ്റ്റ് ടെൻസിന്റെ. അതായത് ഒരു കാര്യം അത് ചെയ്ത് തുടങ്ങി, ഇന്ന് രാവിലെ വരെ, തൊട്ടടുത്ത് കഴിഞ്ഞു പോയ സമയം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രവർത്തനം. കുറച്ച് ദീർഘിച്ചു നിൽക്കുന്ന പ്രവർത്തനമാണ് അത്. ഇന്നലെ ആ പ്രവർത്തനം തുടങ്ങി, ഇന്നിപ്പം 11 മണി ആയെങ്കിൽ 10:50 വരെ അല്ലെങ്കിൽ രാവിലെ 8 മണി വരെ ഈ കാര്യം ചെയ്തു, ഇന്നലെ ചെയ്ത പ്രവർത്തനം ഇന്നേക്ക് വരെ നീണ്ടു നിന്നു എന്ന് സൂചിപ്പിക്കുന്നതിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. അവിടെ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസില് ഹാസ് ഓർ ഹാവ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, ഏതൊരു ഗ്രാമറിലെ നമ്മളൊരു വാചകം പറയുമ്പോൾ ഇംഗ്ലീഷിലെ ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ പൊതുവെ പിന്തുടരാറ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഏതൊരു വാചകത്തിനും ഇങ്ങനെ ഉണ്ടാവും. അരുൺ റോട്ട് എ ലെറ്റർ എന്നുള്ളത് അരുൺ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ചിലപ്പോൾ സ്ഥലമാവാം, അല്ലെങ്കിൽ ഒരാളുടെ പേരാകാം, ഒരു നെയിം, യൂഷ്വലി വിൽ ബി എ നൗൺ. വെർബ് ഒരു ക്രിയ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് വെർബ് എന്ന് പറയുക. സബ്ജക്റ്റ് നൗൺ ആവാം. പൊതുവെ നൗൺ ചിലപ്പോൾ ഒരാളുടെ പേരാവാം, ഒരു സ്ഥലത്തിന്റെ പേരാകാം. ഒരു വെർബ് ഒബ്ജക്റ്റ് എന്താണ് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ വെർബ് എന്ന് പറഞ്ഞു. എന്തിന്മേൽ ചെയ്യുന്ന പ്രവർത്തനം, എന്താണ് ആ പ്രവർത്തനത്തിൽ ഫലമായിട്ട് എന്താണ് ചെയ്തിട്ടുള്ള അൾട്ടിമേറ്റ് റിസൾട്ട്, അതാണ് അതിന്റെ ഒബ്ജക്റ്റ് അഥവാ ലക്ഷ്യം. നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത്, എന്തിനെ പറ്റിയാണ് ചെയ്യുന്നത്, എന്തിന്റെ മുകളിലാണ് നമ്മൾ കാര്യം നടപ്പാക്കുന്നത്, അതാണ് ഒബ്ജക്റ്റ്. ഒരിക്കൽ കൂടി പറയാം, നമ്മളൊരു വ്യക്തി, ഒരു സ്ഥലം, അതിന്റെ നൗൺ ആണ് സബ്ജക്റ്റ് സെന്റൻസിലെ. വെർബ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം, ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് വെർബ്, ആ ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി. ഇനി ആ സബ്ജക്റ്റ് ആ വെർബ് കൊണ്ട് എന്ത് ഉദ്ദേശിച്ചാണ് ചെയ്തത്, എന്ത് അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടുവാനാണ് ചെയ്തത്, അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആ
വെർബ് സിമ്പിൾ ആയിട്ട് അതിന്റെ V2 ഫോം, ഏത് സബ്ജക്റ്റിനും V1, V2 and V3 ഫോം ഉണ്ടാവും. V1 ഫോം മീൻസ് സിമ്പിൾ വെർബൽ ഫോം ഇറ്റ്സെൽഫ്. ഓക്കെ, V2 മീൻസ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. V3 മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെർബ് അങ്ങനെ തന്നെ അതിന്റെ V2 ഫോം ആണ് ഉപയോഗിച്ചത്. റൈറ്റ്, റോട്ട്. റൈറ്റിന്റെ V2 ഫോം ആണ് റോട്ട്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്, അത് കുറച്ച് സമയം എടുത്തുകൊണ്ട് സംഭവിച്ചു പോയ കാര്യമാണ്. പോലീസ്മാൻ, അത് വെൻ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കണം. വെൻ പോലീസ് കോൺസ്റ്റബിൾ went for patrolling, he saw some students were playing in the ground. Okay, അതായത് പോലീസ് കോൺസ്റ്റബിൾ ഇന്നലെ പെട്രോളിങ്ങിന്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ട് കുട്ടികളെ വീക്ഷിക്കാൻ ചെന്നപ്പോഴാണ് കുറച്ച് ആൺകുട്ടികൾ കളിസ്ഥലത്തിൽ കളിക്കുന്നതായി കണ്ടത്. അപ്പം വെൻ പോലീസ് കോൺസ്റ്റബിൾ പോയപ്പോഴാണ് കണ്ടത്. പോലീസ് കോൺസ്റ്റബിൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡ്രോണിന്റെ സഹായത്തോടെ കാണാം, അല്ലെ? അതായത് പോലീസ് കോൺസ്റ്റബിൾ സ്വമേധയാ ഈ വ്യക്തി സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോയി ഗ്രൗണ്ടിൽ വീക്ഷിക്കാൻ പോയപ്പോഴാണ് ആ ഗ്രൗണ്ടിൽ ചില കുട്ടികൾ കളിക്കുന്നതായി കണ്ടത്. When police constable went for patrolling, he saw some boys were playing in the ground. ഇവിടെ past continuous ഉപയോഗിച്ചു. കാരണം എന്താണ്? ഈ പ്രവർത്തനം കുറച്ച് മുന്നേ തുടങ്ങി. കളി എന്നുള്ളത് കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഒരു ഫുട്ബോൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പൊ ആ കളി എന്നുള്ളത് കുറച്ച് മിനിറ്റുകൾ പോരാ, അതിന് കുറച്ച് മണിക്കൂറുകൾ വേണ്ടി വരുന്നു. അരമണിക്കൂറോ 1 മണിക്കൂറോ അതിൽ കൂടുതൽ സമയം ചിലപ്പോൾ വേണ്ടി വരും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എപ്പോൾ ഉപയോഗിക്കാം? ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, ഷുവർട്ടി കൊടുക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ അവളെ കണ്ടിട്ടുണ്ട്, അവളോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ കണ്ടിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാര്യം പ്രവർത്തനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. വേറെ എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം മാനേജർ, അക്കൗണ്ടന്റ്, അതുപോലത്തുള്ള മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും. മാനേജർ അക്കൗണ്ടന്റിനോട് ആവശ്യപ്പെടുകയാണ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഡെപ്പോസിറ്റിലേക്ക് നമുക്ക് ഇന്നത്തെ ബിസിനസിന്റെ ലാഭം കൊണ്ടുപോയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഈ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അവിടുത്തെ PR പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? ഈ മാനേജറുടെ ആജ്ഞപ്രകാരം സ്ഥാപനത്തിന്റെ ആ ഒരു വരുമാനം എന്ത് ചെയ്യണം? ബാങ്കിൽ കൊണ്ടുപോയിട്ട് അന്ന് നിക്ഷേപിക്കണം. ഈ ബാങ്ക് മാനേജർ ഇന്നലെ ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനമാണിത്. ഇന്ന് രാവിലെ ഓഫീസ് തുറന്നു, ബാങ്ക് മാനേജർ ചോദിക്കുകയാണ്, വിളിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടോ ചോദിക്കുകയാണ്, PRO ഒരു അക്കൗണ്ടന്റ്, നീ ഇന്നലെ പറഞ്ഞ കാര്യം ചെയ്തോ? അപ്പൊ അക്കൗണ്ടന്റ് പറയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട് സർ, ഞാൻ ഇന്നലെ ബാങ്കിൽ പോയി ബ്രാഞ്ച് സന്ദർശിച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പെയിൻ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള ഷുവർട്ടി കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അക്കൗണ്ടന്റ് ആ പ്രവർത്തനം ഇന്നലെ ചെയ്യണം, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ, ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, അപ്പൊ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ആ കാര്യം അത് ചെയ്യണം. അപ്പോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഹാസ് ഓർ ഹാവ് എന്നുള്ള പ്രയോഗം ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. ഹാസ് പ്രയോഗം നമ്മൾ സിംഗുലർ ആണെങ്കിൽ, സബ്ജക്ട് നമ്മൾ അരുൺ ഒരു വ്യക്തിയാണ്, അരുൺ എന്നുള്ളത് ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ 2 boys, അവിടെ 2 വ്യക്തികളുണ്ട്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ്, HAS ഹാസ് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നു. സബ്ജക്റ്റിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ, 2, 3, 4 വ്യക്തികൾ വരുമ്പോൾ അവിടെ ഹാവ്, HAVE ഹാവ് എന്ന പദം ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, പാസ്റ്റ് ടെൻസിൽ ആ വെർബ് അതിന്റെ V2 ഫോം ഉപയോഗിക്കുന്നു. എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് ഓർ വേർ ഉപയോഗിക്കുന്നു. വാസ് ഓർ വേർ. ഈ വാസ് എപ്പോഴും ഉപയോഗിക്കുന്ന വെച്ചാൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസ് എന്നും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർ എന്ന് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, സബ്ജക്ട് ഐ, ഞാൻ എന്നത് സിംഗുലർ ആണ്. ഹി, അവൻ, ഷീ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്, നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ സിംഗിൾ പേഴ്സൺ, ഇതിന്റെ കൂടെയൊക്കെ വാസ് ആണ്. എന്നാൽ യു, വി, they, we were playing, they were playing, you were playing, അല്ലെങ്കിൽ 2 persons, 2 വ്യക്തികൾ, ഇവർക്കൊക്കെ മുന്നേ തന്നെ വേർ ആണ് ഉപയോഗിക്കാം. ഒരിക്കൽ കൂടെ പറയാം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സബ്ജക്ട് ഒരു വ്യക്തി മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഹി ഓർ ഷീ അല്ലെങ്കിൽ ഐ, ഇതിനൊക്കെ ശേഷം വാസ് ഉപയോഗിക്കുന്നു. കൂടെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഐ, ഹി, ഷീ മാത്രമല്ല ചില ഒരു വ്യക്തിയുടെ പേര് ഇതിനു മുന്നിൽ ഹാസ് ഉപയോഗിക്കുന്നു.
ഇത് പറഞ്ഞ പോലെ തന്നെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യു, വി, ദേ. ഒരു വ്യക്തിയിൽ യു എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ള പ്രയോഗമാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ബഹുമാനപൂർവ്വം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കും നിങ്ങൾ എന്ന് പറയാം. ചില വ്യക്തികൾ പറയും, വയസ്സിന് മൂത്ത ആളുകൾ നിങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ രണ്ട് പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയും. വി, നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരു കൂട്ടം ആളുകൾ, നമ്മൾ വിദ്യാർത്ഥികൾ, നമ്മൾ അധ്യാപകർ. അതായത് ഒന്നിൽ കൂടുതൽ അധ്യാപകരോ ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥി സമൂഹങ്ങളോ ആളുകളോ കൂടുമ്പോൾ നമുക്ക് വി എന്ന് പറയാം. ദേ, രണ്ട് വ്യക്തികൾ കളിക്കുന്നുണ്ട്, അവരെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് ദേ എന്ന് പറയാം. അവർ, ഇവരല്ല അവർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ വേർബ് ഉപയോഗിക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസില്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നാലാമത്തെ ടെൻസ് ആണ്. ഇതിൽ പറയുന്നുണ്ട്, നമ്മളൊരു കാര്യം തുടങ്ങി, ആ കാര്യം ഇന്നലെ രാത്രി ചെയ്ത് തീർക്കേണ്ടതാണെങ്കിലും ഇന്നലെ ചെയ്ത് തീർന്നിട്ടില്ല, കൂടാതെ ഇന്നിപ്പോ കഴിഞ്ഞു പോയ 10 മണി വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയം വരെ ഇത് ചെയ്യാനുണ്ടായിരുന്നു ആ ഒരു ഡ്യൂട്ടി. ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്നലെ ഒരു പെയിന്റർ ഒരു വീട് പെയിന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റൂം പെയിന്റ് ചെയ്യാൻ വന്നു, 2 റൂമുകൾ പെയിന്റ് ചെയ്യാൻ വന്നു. പെയിന്റ് ചെയ്ത് ഇന്നലെ തന്ന ഡ്യൂട്ടിയാണ്. ഇന്നലെ പെയിന്റിംഗ് പണി തുടങ്ങി, ആരംഭിച്ചു. ഇന്നലെ ഒരു റൂം കംപ്ലീറ്റഡ് ആയി. സെക്കൻഡ് റൂമിന്റെ പണിയും ഇന്നലെ കുറച്ച് ഭാഗം വെച്ച് നിർത്തി. ബാക്കി ഇന്നേക്ക് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു. ഒരു കോട്ട് ഇന്നലെ ചെയ്ത് തീർക്കണം, ബാക്കിയുള്ള ഫിനിഷിംഗ് ടച്ചപ്പ് വർക്കുകളും ഒന്നുണ്ട്. അപ്പൊ ഇന്നലെ ചെയ്ത് തീർക്കേണ്ട ആ ജോലി ഇന്നേക്കും നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പെയിന്റിംഗ് ഹാസ് ബീൻ ഗോയിങ് ഓൺ ടിൽ ലാസ്റ്റ് മിനിറ്റ് ഓർ ടിൽ 9 o'clock. 10 മണി വരേക്കും, ടിൽ മീൻസ് അത് വരേക്കും എന്നുള്ള, ടിൽ TILL. 9 മണി വരേക്കും, അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞു പോയ 10 മണി വരേക്കും പെയിന്റിംഗ് പ്രവർത്തനം നടന്നുകൊണ്ട് പോകുന്നു. പെയിന്റിംഗ് വർക്ക് ഹാസ് ബീൻ ഗോയിങ് ഓൺ, അല്ലെങ്കിൽ ഹാഡ് ബീൻ ഗോയിങ് ഓൺ. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ചെറിയ തിരുത്തുണ്ട്. ഇവിടെ ഹാഡ് എന്നുള്ള പ്രയോഗം മാത്രമാണ്, ഹാസ് അല്ല. ഹാസ് പ്രസന്റ് ടെൻസിലാണ്. ഹാഡ്, അത് ഈ ഹാഡ് ഏതിനു മുന്നിൽ ഉപയോഗപ്പെടുത്താം. നമുക്ക് സിംഗുലർ ആണെങ്കിലും, സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും, സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലും നമുക്ക് ഹാഡ് ഉപയോഗിക്കാനുള്ളൂ പാസ്റ്റ് ടെൻസിൽ. ഹാവ് ഓർ ഹാസ് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കാം. ചെറിയൊരു മാറ്റം വന്നു പോയതാണ്, ക്ഷമിക്കണം. ഓക്കെ, ഇതുവരെ കറക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 ഫോം ഉപയോഗിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റിനോട് കൂടി വാസ് ഓർ വേർ പ്രയോഗം ഉപയോഗപ്പെടുത്തുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മുടെ സബ്ജക്റ്റിനോട് കൂടി, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സബ്ജക്റ്റിനോട് കൂടി ഹാഡ് ഉപയോഗപ്പെടുത്തുന്നു. when police constable went for playing, students were playing. ഓക്കെ, അത് പറഞ്ഞ പോലെ തന്നെ John had met Clara yesterday. ജോൺ ക്ലാരയെ ഇന്നലെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഹാഡ് മെറ്റ്. അത് ജോൺ സിംഗുലർ ആണ്, ജോൺ എന്നുള്ളത് ഒരു വ്യക്തിയാണ്. അവിടെ ആരും ഹാഡ് ആണ്. ഇനി ജോണും അവന്റെ കൂട്ടുകാരുമാണെങ്കിലും അവിടെ ഹാഡ് തന്നെയാണ് ഉപയോഗപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ, ജോൺ ആൻഡ് ഫ്രണ്ട്സ് ഹാഡ് മെറ്റ് ക്ലാര. അവിടെയാണെങ്കിലും ശ്രദ്ധിക്കണം, ഹാഡ് തന്നെയാണ് ഉപയോഗപ്പെടുത്താം. ഒരിക്കൽ കൂടി പറയാം, സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് HAD ഉപയോഗപ്പെടുത്തുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും മാറ്റം എന്താണെന്ന് വെച്ചാൽ ഹാഡിനോട് കൂടി ബീൻ എന്ന് ഉപയോഗപ്പെടുത്തും. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ വെർബ് പ്ലസ് ING. വെർബിന്റെ ING ഫോം ആണ് ഉപയോഗപ്പെടുത്താം. പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിലും വെർബിന്റെ ING ഫോം ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വെർബിനോട് കൂടി ഹാഡ് മാത്രമേ ഉപയോഗപ്പെടുത്തുള്ളൂ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ BEEN പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞ പോലെ തന്നെ നമ്പർ നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 9567936816. ഒരിക്കൽ കൂടെ നമ്പർ പറയാം. നമ്പർ ശ്രദ്ധിക്കുക, വാട്സപ്പ് നമ്പർ ആണ് 9567936816. ഓക്കെ, ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് നേരിട്ട്. എന്നിട്ട് ഈ പാസ്റ്റ് ടെൻസുമായിട്ടുള്ള എന്തെങ്കിലും സംശയം നിങ്ങൾക്ക്
അത് ദൂരീകരിക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സ്റ്റുഡൻസ്.